Dear all, റാൻഡം വേരിയബിളിൻ്റെ മൊമെൻറ്റ്സിൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട 3 തിയറംസ് ആണ് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ റിസൾട്ടിലേക്ക് നമുക്ക് പോകാം. See the theorem. This is a necessary condition for the existence of moments. Let x be a random variable on a probability space omega is p, and let expectation of mod x power k is finite for some k positive. Then n power k times probability that mod x bigger than n tends to 0 as n tends to infinity. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഒരു റാൻഡം വേരിയബിൾ, ഒരു പ്രോബബിലിറ്റി സ്പേസിൽ ഒരു റാൻഡം വേരിയബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ kth അബ്സല്യൂട്ട് മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കെ ക്യാൻ ബി എനി പോസിറ്റീവ് റിയൽ നമ്പർ. ഓക്കെ, kth അബ്സല്യൂട്ട് മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ kth അബ്സല്യൂട്ട് മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന റാൻഡം വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്വാണ്ടിറ്റി n പവർ k ടൈംസ് പ്രോബബിലിറ്റി ദാറ്റ് mod x bigger than n always tends to 0 as n tends to infinity. This is the conclusion part. See, ഈ ക്വാണ്ടിറ്റി പ്രോബബിലിറ്റി ദാറ്റ് mod x bigger than n എന്ന് പറയുന്നത് ടു ടൈൽ പ്രോബബിലിറ്റിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ടു ടൈൽ പ്രോബബിലിറ്റി ഓൾവേസ് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ആ സീറോയിലേക്ക് ഓൾറെഡി പോകുന്ന ആ ക്വാണ്ടിറ്റിയെ n പവർ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും വീണ്ടും അത് സീറോയിലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യും. വേറെ ഈ കെയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? kth അബ്സല്യൂട്ട് മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ kth അബ്സല്യൂട്ട് മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. സോ ദിസ് ഇസ് എ നെസസറി കണ്ടീഷൻ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് kth അബ്സല്യൂട്ട് മൊമെൻറ്റ് ഓഫ് എ റാൻഡം വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഫോർ എ പോസിറ്റീവ് കെ, ഇഫ് ദിസ് കണ്ടീഷൻ does not hold, then we can conclude that the corresponding random variable has no kth absolute moment. Okay, kth absolute moment ആ റാൻഡം വേരിയബിൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഈ റിസൾട്ടിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ. ഓക്കെ, now let's go to the proof of the theorem. For the proof, we consider that, or we take the case that cap x is a continuous random variable. ഏതെങ്കിലും ഒരു കേസിന് പ്രൂവ് ചെയ്താൽ മതിയാകും, കണ്ടിന്യൂസ് കേസിലോ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് കേസിലോ. വി പ്രിഫർ ദാറ്റ് ദ റാൻഡം വേരിയബിൾ ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, so for the proof we suppose that we may assume that cap x is a continuous random variable with PDF f. Okay, what is given that this quantity n power okay, expectation of mod x power k is finite. kth absolute moment x is അതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് mod x power k യുടെ എക്സ്പെക്റ്റേഷൻ? നമ്മൾ എങ്ങനെ കാണും? ഇറ്റ് ഈസ് ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ -infinity to positive infinity mod x power k times f of x dx. അല്ലേ, ഇതാണ് ഡെഫിനിഷൻ പ്രകാരം എക്സ്പെക്റ്റേഷൻ ഓഫ് mod x power k. mod x power k എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂസ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഫൈനൈറ്റ്. ഓക്കെ, പക്ഷേ ഈ ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ ഒരു ഫൈനൈറ്റ് ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാം. എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് ഇൻ്റഗ്രേറ്റ് ഓൺ ദി ഇൻ്റർവൽ -n to +n, that is over the region mod x less than or equal to n, then take limit. Okay, so the left side quantity is precisely limit as n tends to infinity of this integral. Okay, this is because since -infinity to positive infinity mod x power k into f of x dx is a finite integral, or it is existing finitely. So this can be written as limit as n goes to infinity integral over mod x less than or equal to n of mod x power k into f of x dx. Okay, അപ്പോൾ ഇത് ഫൈനൈറ്റ് ആണെന്നാണ് നമുക്ക് ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി ദർ. ഇനി നമുക്ക് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി പോർഷനെ കുറിച്ച് ചിന്തിക്കാം. നൗ കൺസിഡർ ഇൻ്റഗ്രൽ ഓവർ mod x bigger than n mod x power k times f of x dx. ഓക്കെ, ഈ ഇൻ്റഗ്രൽ
ഈ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അതായത് ഇൻ്റഗ്രൽ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറയുന്ന ഈ റീജിയൻ്റെ കോംപ്ലിമെൻ്ററി റീജിയനാണിത്. ഓക്കെ, ഇതിനോട് കൂടി ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ വി ഹാവ് ദിസ് പ്ലസ് ഇൻ്റഗ്രൽ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ മോഡ് എക്സ് പവർ കെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യും. കാരണം എന്താണ്? ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻ്റഗ്രൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി മോഡ് എക്സ് പവർ കെ ടൈംസ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദിസ് ഇസ് ട്രൂ ഫോർ എവറി എൻ. ദിസ് ഇസ് ട്രൂ ഫോർ എവറി എൻ. ഓക്കെ, റൈറ്റ്. ഈ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി? കാരണം ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സമ്മായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. എന്നെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യിപ്പിച്ചാൽ എന്ത് കിട്ടും? ഈ രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ടാമത്തെ ഇൻ്റഗ്രൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഇൻ്റഗ്രലിനോട് ഈക്വൽ ആയിട്ട് വരും. സോ അത് ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം ഫൈനൈറ്റ് ക്വാണ്ടിറ്റീസ് ആണല്ലോ, വി ക്യാൻ ക്യാൻസൽ ദം. So as n tends to infinity, we can see that this leftmost integral goes to 0. Okay, so letting n to infinity, letting n to infinity, we get limit as n tends to infinity integral over mod x bigger than n mod x power k times f of x dx plus integral minus infinity to positive infinity mod x power k into f of x dx. ഇത് ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? കാരണം നമ്മൾ രണ്ടാമത്തെ ഇൻ്റഗ്രൽ ഓവർ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. ഇവിടെ ലിമിറ്റ് എടുക്കാൻ നമ്മൾ ചെയ്യുന്നത്. ലിമിറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഇതെന്ത് തന്നെയായിട്ട് മാറും? ഈ ഇൻ്റഗ്രൽ തന്നെയായിട്ട് മാറും. ഓക്കെ, സോ അതിനെ അങ്ങനെ തന്നെ എഴുതാം. സോ ദാറ്റ് ഈസ് സെയിം ആസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി മോഡ് എക്സ് പവർ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. റൈറ്റ് സൈഡ് ക്വാണ്ടിറ്റിക്ക് മാറ്റൊന്നുമില്ല, കാരണം റൈറ്റ് സൈഡിൽ എൻ ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ ലിമിറ്റ് എടുക്കുമ്പോൾ അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, so cancelling these two quantities, so we get that limit as n tends to infinity integral over mod x bigger than n mod x power k times f of x dx will be 0. Okay, so let it be there. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം, ഒരു എസ്റ്റിമേറ്റ് ഇതിന് കൊടുക്കാം. ബട്ട് ഇൻ്റഗ്രൽ ഓവർ മോഡ് എക്സ് ബിഗർ ദാൻ എൻ മോഡ് എക്സ് പവർ കെ ടൈംസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇതെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന റീജിയൻ മോഡ് എക്സ് ബിഗർ ദാൻ എൻ ആണ്. സോ ഐ എം യൂസിങ് ദാറ്റ് ഇനീക്വാളിറ്റി ഹിയർ. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇൻ്റഗ്രൽ ആസ് ദിസ് വിൽ ബി ബിഗർ ദാൻ ഇൻ്റഗ്രൽ എൻ പവർ കെ ടൈംസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് over mod x bigger than n. Okay, this is obtained by using mod x bigger than n. Okay, ഈ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ പക്ഷേ ഇത് റൈറ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റി നോക്കൂ. എൻ പവർ കെ കോൺസ്റ്റൻ്റ് ആണ് ഫോർ ദ ടൈം ബീങ്. വി ആർ ഈ എൻ ഫിക്സ് ചെയ്യുന്നതാണ്. കെയും ഫിക്സഡ് റിയൽ നമ്പറാണ്. സോ ദിസ് എൻ പവർ കെ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ എൻ പവർ കെ ടൈംസ് mod x integral over mod x bigger than n f of x dx ഇങ്ങനെ എഴുതാം. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ് ഇൻ്റഗ്രൽ? ദിസ് ഇസ് ദ ഇൻ്റഗ്രൽ ഓഫ് പി ഡി എഫ്. പി ഡി എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റിയാണ്. ഓക്കെ, ഏത് പ്രോബബിലിറ്റി? ഈ അണ്ടർലൈൻഡ് ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി. സോ ദിസ് ഇസ് സെയിം ആസ് n power k times probability that mod x bigger than n. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റിയെ നമുക്ക് നമ്മുടെ റിസൾട്ടിൽ ആവശ്യമുള്ള എക്സ്പ്രഷനാണിത്. എൻ പവർ കെ ടൈംസ് പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബിഗർ ദാൻ എൻ എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റി ക്യാൻ നൗ ബി സീൻ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ this quantity, and this guy go to 0 as n tends to infinity. So we can conclude that this goes to 0 as n tends to infinity. Okay, so this implies that n power k times probability that mod x bigger than a n is less than integral over mod x bigger than n mod x power k times f of x dx. Okay, but the right side quantity tends to 0 as n tends to infinity. Okay, by 2. Okay, നമ്മൾ inequality 2ൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. Look at 2. Okay, so limit as n tends to infinity, this integral is 0. So we use that. Okay, so this implies that n power k times probability that mod x bigger than n tends to 0 as n tends to infinity. Hence the theorem is proved. Okay, hence the theorem.
Hence the theorem is proved. Okay. അപ്പോൾ kth അബ്സല്യൂട്ട് മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി, that is n power k times the two-tailed probability, must go to 0 as n tends to infinity. So this is a necessary condition for the existence of kth absolute moment. So from the above theorem we get the following. For positive k, if n power k times probability that mod x bigger than n does not converge to 0 as n goes to infinity, then expectation of mod x power k does not exist. Okay. ഇനി അടുത്ത തിയറം നമുക്ക് നോക്കാം. മൊമെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ തിയറം എന്താണെന്ന് നമുക്ക് നോക്കാം. See the second theorem. Let capex be a random variable with a distribution satisfying the condition n power alpha times probability that mod x bigger than n tends to 0 as n tends to infinity for some positive alpha. Then expectation of mod x power beta is finite for every beta with 0 less than beta less than alpha. Okay. എന്തായി പറയുന്നത്, നേരത്തെ തിയറത്തിൽ തന്നിട്ടുള്ള ആ കണ്ടീഷനാണ് ഇവിടെ അല്ലേ. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആസ് n tends to infinity, n power alpha times probability that mod x bigger than n tends to 0 as n tends to infinity. ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഫോർ സം പോസിറ്റീവ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ആൽഫ വരെ ഓർഡറുള്ള ഏത് അബ്സല്യൂട്ട് മൊമെൻറ്റും എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് ഈ പറയുന്നത്. ഓർഡർ ആൽഫയിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. അത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ആൽഫ ഓർഡറിലുള്ള അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ തിയറത്തിൻ്റെ കോൺവേഴ്സ് ആകും. ഓക്കെ, കോൺവേഴ്സ് ശരിയാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഓർഡറിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ ആൽഫ വരെയുള്ള, ആൽഫയേക്കാളും ചെറിയ ഏത് ഓർഡറിലും അബ്സല്യൂട്ട് മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽഫ 3 ആണെങ്കിൽ ഈ റിസൾട്ട് പ്രകാരം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു ഫോർ ആൽഫ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ പ്രകാരം നമുക്ക്, ഈ തിയറം പ്രകാരം നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? 3യേക്കാളും ചെറിയ ഓർഡറിലുള്ള ഏത് അബ്സല്യൂട്ട് മൊമെൻറ്റും, എല്ലാ അബ്സല്യൂട്ട് മൊമെൻറ്റുകളും എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ പ്രൂഫ്. ഇവിടെ നമ്മൾ റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സപ്പോസ് ദാറ്റ് ക്യാപെക്സ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് പി ഡി എഫ് എഫ്. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഈ കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ ഗിവൺ ദാറ്റ് എൻ ടു ദ പവർ ആൽഫ, ഈ ആൽഫയും ഇൻഫിനിറ്റി അങ്ങോട്ട് മാറിപ്പോരുത് കേട്ടോ. ദിസ് ഇസ് ഇൻഫിനിറ്റി ആൻഡ് ദിസ് ഇസ് ആൽഫ. ഓക്കെ, n power alpha times probability that mod x bigger than n tends to 0 as n tends to infinity. This is given. Okay, ആക്ച്വലി ഇത് n നാച്ചുറൽ നമ്പറാണ്. സോ ഇറ്റ് ഈസ് എ സീക്വൻസ്. ഓക്കെ, ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ സീക്വൻസ് 0യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. Okay, so by the definition of this limit we can say that this implies that for a given positive epsilon, we can find a natural number, right? We can find a natural number such that this quantity n power alpha into probability that mod x bigger than n അല്ലേ, ഇതും ഈ ലിമിറ്റും തമ്മിലുള്ള അബ്സല്യൂട്ട് ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആകത്തക്ക രീതിയിൽ നമുക്കൊരു നാച്ചുറൽ പൊസിഷൻ കണ്ടുപിടിക്കാം. പക്ഷേ ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മോഡുലസ് ഇടേണ്ട കാര്യമില്ല. സോ 0യിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി തന്നെ വരും. സോ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപ് n ഓഫ് എപ്സിലോൺ. ഓക്കെ, ദിസ് മീൻസ് probability that mod x bigger than n is less than epsilon by n to the power alpha. It is true for every n greater than or equal to cap n of epsilon. Okay, let it be there. Okay, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? We want to show that expectation of mod x power beta is finite for every beta with 0 less than beta is a positive real number less than alpha. Okay, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കറിയാം, ബട്ട് we know that expectation of mod x power beta is finite if and only if integral 0 to infinity probability of mod x power beta
greater than x dx is finite. അല്ലേ? കാരണം mod x power beta എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആണ്. നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യും, ഈ ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എക്സിസ്റ്റൻസ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻ്റഗ്രൽ 0 to n probability that mod x power beta greater than x is finite, dx is finite, and integral n to infinity probability that mod x bigger than, sorry, mod x power beta bigger than x dx is finite. അല്ലേ? ഇത് രണ്ടും ഫൈനൈറ്റ് ആയാൽ ഇത് എക്സിസ്റ്റ് ചെയ്യും. കാരണം ഇത് രണ്ട് ഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. കാരണം 0 to n plus n to infinity will give you 0 to infinity provided both of them existing. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണിച്ചാൽ മതി ഇപ്പോൾ. Now look at the first integrand, 0 to n probability that mod x power beta bigger than x dx. This is definitely existing. Why? Because this quantity, no problem, this quantity is a continuous function. Okay, this is a continuous function and we are integrating over a finite interval. So definitely this is a proper integral. So this is always existing. Finite ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൈറ്റ്നെസ് മാത്രം പ്രൂവ് ചെയ്താൽ മതി. Okay, clearly integral 0 to cap n probability that mod x power beta bigger than x dx is finite because it is a proper integral. So we need to show that integral n to infinity probability of the event mod x power beta bigger than x dx is finite. അപ്പോൾ ഇതേ നമുക്ക് കാണിക്കേണ്ടതുള്ളൂ. Now consider that. Consider integral n to infinity probability that mod x power beta greater than x dx. Okay, ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യാം. This can also be written as n to infinity probability that mod x power beta, okay, mod x power beta power നമുക്ക്, so mod x power beta bigger than x is same as mod x bigger than x power 1 by beta. Okay, ഇത് രണ്ടും equivalent ആണ്. Okay, now put x power 1 by beta, take x power 1 by beta as y. That means x equal to y power beta. So that dx will be beta times y power beta minus 1 dy. Okay, what about limits? Limits changes to n power 1 by beta to infinity. അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഈ സ്പ്ലിറ്റപ്പ് 0 to n പകരം 0 to n പവർ ബീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, n പവർ ബീറ്റ, ഇവിടെയും നമുക്ക് n പവർ ബീറ്റ എന്ന് കൊടുക്കാം. n പവർ ബീറ്റ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിന് പകരം n പവർ ബീറ്റ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോഴും ഇത് ഫൈനൈറ്റ് ഇൻ്റഗ്രൽ തന്നെയാണ്. സോ വി നീഡ് ടു ഷോ ദിസ് വൺ n പവർ ബീറ്റ. സോ n പവർ ബീറ്റ, റൈറ്റ്, നോക്കൂ അപ്പോൾ എന്താ സംഭവിക്കുന്നത്. സോ ദിസ് വിൽ ബി ഇൻ്റഗ്രൽ, ഈ ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും, പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബിഗർ ദാൻ വൈ, ഇതിനെ നമ്മൾ വൈ എന്ന് കൊടുത്തിട്ടുണ്ട്, ഡി എക്സ് ബീറ്റ ടൈംസ് വൈ പവർ ബീറ്റ മൈനസ് 1 dy. ലിമിറ്റ് എന്തായിട്ട് മാറും, ലോവർ ലിമിറ്റ് എക്സിന് n എന്ന് കൊടുക്കുമ്പോൾ y എന്തായിട്ട് മാറും, n പവർ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y വിൽ ബി, ലോവർ ലിമിറ്റ് വിൽ ബി n ആൻഡ് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി n ആയിട്ട് വരും. So this is equal to beta times, beta എനിക്ക് പുറത്ത് എഴുതാം, beta times integral n to infinity probability that mod x bigger than y into y power beta minus 1 dy. ഇവിടെ y മാറ്റി നമുക്ക് വീണ്ടും x എന്ന് തന്നെ എഴുതാം, കുഴപ്പമില്ല, കാരണം ഡമ്മി വേരിയബിളായിട്ട് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ ഇവിടെ കിട്ടുകയാണ്. സോ ദിസ് മീൻസ് ഇൻ്റഗ്രൽ n പവർ ബീറ്റ ടു ഇൻഫിനിറ്റി of the quantity probability that mod x power beta bigger than x dx is equal to beta times integral n to infinity. Okay, there is an expression beta times, see, y power beta minus 1, ആ വൈക്ക് പകരം ഞാൻ x എന്ന് തന്നെ എഴുതുന്നു,
x power beta minus 1, probability that mod x bigger than x. ഓക്കെ, വൈക്ക് പകരം എക്സ് തന്നെയായിരുന്നു, ഡമ്മി വേരിയബിൾ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഡി വൈ എന്ന് പറഞ്ഞാൽ ഡി എക്സ് തന്നെ. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദ ഇൻ്റഗ്രൻറ്റ്. ഇൻ്റഗ്രൻറ്റിലെ ഈ ടെയിൽ പ്രോബബിലിറ്റി നോക്കൂ. പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബിഗർ ദാൻ സ്മോൾ എക്സ്. ഇവിടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ഇൻ്റഗ്രേഷൻ ഓൺ എൻ ടു ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ക്യാപിനേക്കാളും ബിഗറാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു എസ്റ്റിമേറ്റ് നമ്മൾ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ 1. ഓക്കെ, നോക്കൂ, ഇനീക്വാളിറ്റി 1 നോക്കൂ. പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബിഗർ ദാൻ എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ എൻ പവർ ആൽഫ വെനെവർ ദിസ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപ്പൻ. അപ്പോൾ ഇവിടെയുള്ള ഈ ക്വാണ്ടിറ്റി ക്യാപ്പനേക്കാളും വലുതാണെങ്കിൽ ഈ ടെയിൽ പ്രോബബിലിറ്റിയെ നമുക്ക് എപ്സിലോൺ ബൈ ഈ ദിസ് ക്വാണ്ടിറ്റി പവർ ആൽഫ എന്ന് ബൗണ്ട് ചെയ്യാം. അപ്പോൾ ഈ ടെയിൽ പ്രോബബിലിറ്റി തന്നെയല്ലേ നമുക്ക് ഈ ഇൻ്റഗ്രൻറ്റിനകത്തുള്ളത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ ടെയിൽ പ്രോബബിലിറ്റിയെ നമുക്ക് എന്ത് വെച്ച് ബൗണ്ട് ചെയ്യാം? സോ ദിസ് വിൽ ബി ലെസ് ദാൻ ബീറ്റ ടൈംസ് ഇൻ്റഗ്രൽ എൻ ടു ഇൻഫിനിറ്റി എക്സ് ടു ദ പവർ ബീറ്റ മൈനസ് 1. This can be bounded by the quantity epsilon by x power alpha, okay, dx by using inequality 1. Okay, by using inequality 1. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സോ ബീറ്റ എപ്സിലോൺ പുറത്തേക്ക് എഴുതാം. ഇൻ്റഗ്രൽ എൻ ടു ഇൻഫിനിറ്റി എക്സ് ടു ദ പവർ ബീറ്റ മൈനസ് 1 മൈനസ് ആൽഫ ഡി എക്സ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സി ബീറ്റ മൈനസ് 1 മൈനസ് ആൽഫ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ എപ്സിലോൺ ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് പവർ ബീറ്റ മൈനസ് ആൽഫ ബൈ ബീറ്റ മൈനസ് ആൽഫ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, റൈറ്റ്. ഇവിടെ ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ബിക്കോസ് ബീറ്റ ഈസ് ലെസ് ദാൻ ആൽഫ. സോ എക്സ് പവറിൽ ഈ പവർ ക്വാണ്ടിറ്റി നെഗറ്റീവാണ്. സോ അപ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 0 ആയിട്ട് മാറും. സോ ദിസ് ഈസ് ഈക്വൽ ടു ബീറ്റ എപ്സിലോൺ ടൈംസ് 0 മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ 0 അല്ല, ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 അല്ല, സോറി, ദിസ് ഇസ് എൻ. സോ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ പവർ ബീറ്റ മൈനസ് ആൽഫ ബൈ ബീറ്റ മൈനസ് ആൽഫ. ഓക്കെ, എനിവേ നമുക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ ഇത് ഫൈനൈറ്റ് ആണോ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. എനിവേ ദിസ് ഇസ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി because this quantity is a finite quantity. Kappa and beta alpha, all quantities are finite quantities. Beta epsilon is a given positive number, so this whole quantity is a finite number. So അപ്പോൾ നമുക്ക് കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ദിസ് ഇസ് ഫൈനൈറ്റ് എന്നുള്ള കമൻറ്റ് എഴുതിയാൽ മതി. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് that is integral n power beta to infinity probability that mod x power beta greater than x dx. This is also finite. Okay, therefore നമുക്ക് ആവശ്യമുള്ള രണ്ട് ഇൻ്റഗ്രൽസും ഫൈനൈറ്റ് ആണെന്ന് ഇപ്പോൾ കിട്ടി അല്ലേ? ആ രണ്ട് ഇൻ്റഗ്രൽസ് ആരുടെ പാർട്സ് ആയിരുന്നു? എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് പവർ ബീറ്റ, അതിൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ആ ഇൻ്റഗ്രലിലെ രണ്ട് പാർട്ടുകളും ഇപ്പോൾ ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് പവർ ബീറ്റ ഈസ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. സോ വി ഹാവ് പ്രൂവ്ഡ് അവർ തിയറം. So therefore expectation of mod x power beta is finite for every beta with beta is a positive number less than alpha. Okay, less than alpha, not infinity, it is less than alpha. Okay, hence the theorem is proved. Okay, അപ്പോൾ ഈ നമ്മൾ തിയറം 1-ൽ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ സഫിഷ്യൻറ്റ് കണ്ടീഷനായി മാറുന്നുണ്ട് അല്ലേ? ബീറ്റാത്ത് ഓർഡറിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ വരെ ഓർഡറുള്ള എല്ലാ അബ്സല്യൂട്ട് മൊമെൻറ്റുകളും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ഇതിൻ്റെ കൺക്ലൂഷൻ പറയുന്നത്. ഓക്കെ, ആൽഫ ഓർഡറിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ആൽഫയേക്കാളും ചെറിയ ഓർഡറിലുള്ള എല്ലാ മൊമെൻറ്റുകളും അബ്സല്യൂട്ട് മൊമെൻറ്റുകളും എക്സിസ്റ്റ് ചെയ്യും. See the theorem, last theorem. Let capex be a random variable satisfying the condition probability that mod x bigger than cx by probability that mod x bigger than x tends to 0 as x goes to infinity for every c greater than 1.
then capex possesses moments of all orders. അപ്പോൾ ഒരു റാൻഡം വേരിയബിളിന് എല്ലാ ഓർഡറിലും ഉള്ള മൊമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് ഈ തിയറത്തിൽ തരുന്നത്. ഈ റേഷ്യോ ടെയിൽ പ്രോബബിലിറ്റീസിൻ്റെ റേഷ്യോ ആണ് ഇത്. ഓക്കെ, പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബിഗർ ദാൻ സി എക്സ് ബൈ പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബിഗർ ദാൻ എക്സ് എന്ന് പറയുന്ന ഈ പ്രോബബിലിറ്റീസിൻ്റെ റേഷ്യോ, ടെയിൽ പ്രോബബിലിറ്റീസിൻ്റെ റേഷ്യോ ആസ് എക്സ് ഗോസ് ടു ഇൻഫിനിറ്റി സീറോയിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ സി എങ്ങനെയുള്ള സി ആണ്? സി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഈ റേഷ്യോയെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ എന്താണ്? ക്യാപെക്സിന് ഈ റാൻഡം വേരിയബിളിന് എല്ലാ ഓർഡറിലും മൊമെൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫിന് നമുക്ക് കണ്ടിന്യൂസ് കേസിൽ കാണിച്ചാൽ മതിയാകും. So we may assume that capex is a continuous random variable with PDFF. Okay, so what is given here? Given that probability that mod x bigger than cx by probability that mod x bigger than x tends to 0 as x goes to infinity for every c greater than 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ നമുക്ക് എപ്സിലോണിൻ്റെ ടൈമിൽ എഴുതാം. സോ ലെറ്റ് എപ്സിലോൺ പോസിറ്റീവ് ബി ഗിവൺ. So corresponding to this we may choose a number x naught such that this ratio probability that mod x bigger than cx by probability that mod x bigger than x, this ratio is smaller than this epsilon for every x greater than or equal to x naught. Okay, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു എക്സ് നോട്ട് എനിക്ക് കാണാം. ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് നോട്ട് ഞാൻ ചൂസ് ചെയ്തു. ഒപ്പം തന്നെ ഈ ടെയിൽ പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബിഗർ ദാൻ എക്സും സീറോയിലേക്ക് പോകും, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യുന്നു. ഓൾസോ ചൂസ് x1, okay, such that the tail probability that mod x bigger than x, that the denominator കിടക്കുന്ന tail probability is less than epsilon for every x greater than or equal to x1. Okay, അപ്പോൾ എക്സ് നോട്ടിൻ്റെയും എക്സ് വണ്ണിൻ്റെയും മാക്സിമം ചൂസ് ചെയ്താൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ വി ചൂസ് പുട്ട് ക്യാപ്പൻ ടു ബി മാക്സിമം ഓഫ് എക്സ് നോട്ട് ആൻഡ് എക്സ് വൺ. ഈ എക്സ് നോട്ടിൻ്റെയും എക്സ് വണ്ണിൻ്റെയും മാക്സിമം ആയിട്ട് ചൂസ് ചെയ്താൽ ദെൻ വി ഹാവ് the ratio probability that mod x bigger than cx by probability that mod x bigger than x is less than epsilon. Okay, and probability that mod x bigger than x also less than epsilon. Okay, for every x greater than or equal to cap n. Okay, and ഇവിടെ c greater than 1 ആണ്. Okay, c greater, അതുകൊണ്ട് മെൻഷൻ ചെയ്യാം, c greater than 1. Okay, so let it be there. So I give the number 1 for this inequality, this pair of inequalities. അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഡിറൈവ് ചെയ്തെടുത്തു. നമുക്ക് വേണ്ടത് ഈ റാൻഡം വേരിയബിളിലെ എല്ലാ ഓർഡറിലും മൊമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതിയാകും? ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ ഓർഡറിൽ മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചാൽ മതി. എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് പവർ എൻ എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിച്ചാൽ മതി. കാരണം രണ്ടാമത്തെ തിയറത്തിൽ പറയുന്നത് എന്താണ്? അല്ല, ആ തിയറം വേണമെന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കോൺസെപ്റ്റാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് nth ഓർഡറിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളും താഴെ ഓർഡറിലുള്ള എല്ലാ മൊമെൻറ്റുകളും എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ ഓർഡറിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നാച്ചുറൽ നമ്പർ വരെയുള്ള എല്ലാ ഓർഡറിലും മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ റാൻഡം വേരിയബിളിന് എല്ലാ ഓർഡറിലുള്ള മൊമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതിയാവും? എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് പവർ എൻ ഈസ് ഫൈനൈറ്റ് ഫോർ എവറി നാച്ചുറൽ നമ്പർ എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിലേക്ക് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. സോ ഫ്രം ദിസ് വി ഷാൽ ഡിറൈവ് വൺ മോർ inequality. So we
claim that inequality. So we claim that probability that mod x bigger than c to the power r x, okay, where r is an integer, positive integer, this will be less than epsilon power r plus 1, epsilon power r plus 1 for every integer r, positive integer r belongs to cap n. Okay, so definitely c greater than 1 ആണ് കേട്ടോ, c greater than 1 ആണ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂഫ് ഓഫ് ദിസ് ക്ലെയിം ഈസി കമ്പ്യൂട്ടേഷൻ ആണ്. നമുക്ക് ഇപ്പോൾ ഈ റേഷ്യോയെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇൻ്റർപൊളേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റും. സി ദിസ് probability that mod x bigger than c to the power rx, okay, by probability that mod x bigger than x. consider this ratio. നമുക്ക് ഏത് റേഷ്യോ അറിയാം? probability that mod x bigger than cx by probability that mod x bigger than x. ഈ റേഷ്യോയെക്കുറിച്ച് നമുക്കറിയാം. that ratio will be less than epsilon for every x greater than or equal to cap n. ഓക്കെ, ഇവിടെയുള്ള സ്മോൾ എക്സ് ക്യാപിനേക്കാളും ബിഗർ ആണെങ്കിൽ ഈ റേഷ്യോ ലെസ് ദാൻ എപ്സിലോൺ ആണ് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് ഈ റേഷ്യോയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. സി പവർ ആർ എക്സ് ഇവിടെ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സി പവർ ആർ എക്സ് ആണ് ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്നത്. ഇവിടെ താഴെ കുഴപ്പമില്ല, അത് തന്നെയാണ് വരുന്നത്. പക്ഷേ ന്യൂമറേറ്ററിൽ ഇവിടെ സി ആണ്, പക്ഷേ ഇവിടെ സി പവർ ആർ എക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇൻഫർമേഷനിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്നത് ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് probability that mod x bigger than cx, okay, by probability that mod x bigger than x into probability that mod x bigger than c square x by probability that mod x bigger than cx. സി ഞാൻ ഇവിടെ ഈ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ വേണം. സോ ഇൻ ടു probability that mod x bigger than c cube x, okay, this is c cube x by probability that mod x bigger than c square x into etc. finally ഞാൻ എവിടെ എത്തും? ന്യൂമറേറ്റർ probability that mod x bigger than c to the power rx divided by probability that mod x bigger than, ഈ ഡിനോമിനേറ്ററിൽ വരുന്നത് നോക്കൂ, സി സ്ക്വയർ എക്സ് ആണ് ഇവിടെ വരുന്നത്. അതായത് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള റേഷ്യോൻ്റെ ന്യൂമറേറ്ററിൽ എന്താണോ അത്. ഇവിടെ തൊട്ട് മുമ്പിലുള്ള റേഷ്യോൻ്റെ ന്യൂമറേറ്ററിൽ ഉണ്ടാവുന്നത് mod x bigger than c power r minus 1 times x ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ റിമൈൻ ചെയ്യുന്നത് ഈ റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഈ റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അഡ്വാൻറ്റേജ്? ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഓരോ റേഷ്യോയും ലെസ് ആൻ എപ്സിലോൺ ആണ് നമുക്ക് കാണാൻ പറ്റും, പ്രൊവൈഡഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ക്ലെയിമിൽ നമുക്ക് അതും കൂടെ പറയണം. ദിസ് ഇസ് ട്രൂ ഫോർ എവറി ആർ ആൻഡ് ഫോർ എവറി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപ്പൻ. ഓക്കെ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപ്പൻ ആണെങ്കിൽ ഇതിൽ ഓരോ റേഷ്യോയും ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു എക്സെട്ര എപ്സിലോൺ. ഹൗ മെനി എപ്സിലോൺസ്? r times. Okay, r times this is true for every x greater than or equal to cap n. What is the reason for this? Because each individual ratio becomes less than epsilon when x greater than or equal to cap n. x greater than or equal to cap n ആവുമ്പോൾ സി എക്സും സി സ്ക്വയർ എക്സും എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപ്പൻ തന്നെയാണ്, ബിക്കോസ് സി ഇസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സോ വി യൂസ് ഇനീക്വാളിറ്റി 1 ടു കൺക്ലൂഡ് ദിസ് യൂസിങ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് ഇപ്പോൾ? ദാറ്റ് ഈസ് the ratio probability that mod x bigger than c to the power rx divided by probability that mod x bigger than x, okay, is less than epsilon power r for every x greater than or equal to cap n. This gives that probability that mod x numerator നോക്കൂ, probability that mod x bigger than c power rx will be less than epsilon power r times the denominator. അങ്ങനെ എഴുതാമല്ലോ. So greater than c power rx will be less than epsilon power r into probability that mod x bigger than x.
പക്ഷേ ഈ പ്രോബബിലിറ്റി ദാറ്റ് ദിസ് ഇസ് ട്രൂ ഫോർ എവറി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഓക്കെ, പക്ഷേ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആകുമ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടെയിൽ പ്രോബബിലിറ്റി അതും ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ അതവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് അഗെയിൻ ലെസ് ദാൻ എപ്സിലോൺ പവർ ആർ ഇൻറ്റു എപ്സിലോൺ ഫോർ എവറി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ, അഗെയിൻ ബൈ യൂസിങ് 1. ഓക്കെ, 1ൻ്റെ രണ്ടാമത്തെ ഇനീക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ പവർ ആർ പ്ലസ് 1. ഇതാണ് നമ്മുടെ ക്ലെയിം. ദാറ്റ് ഈസ് probability that mod x bigger than c power rx is less than epsilon power r plus 1 is true for every x greater than or equal to cap n, where what is r? R is a natural number. R is a natural number. Okay, so claim is proved. ഓക്കെ, അപ്പോൾ ക്ലെയിം നമ്മൾ പ്രൂവ് ചെയ്തു. അതിനെ നമുക്ക് രണ്ടാമത്തെ ഇനീക്വാളിറ്റി ആയിട്ട് പരിഗണിക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? വി വാണ്ട് ടു ഷോ ദാറ്റ് expectation of x power mod x power see some number, okay, some beta x is for every positive beta. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എല്ലാ ഓർഡറിലും മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഫോർ ദിസ് ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് എന്ത് കാണിച്ചാൽ മതിയാകും? ഫോർ ദിസ് ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് expectation of mod x power n is finite, okay, for every natural number n. ഓക്കെ, ഇത് കാണിച്ചാലും മതിയാകും. കാരണം ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓൾറെഡി അറിയാം, ഒരു ഓർഡറിൽ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഓർഡറിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവരെയുള്ള അതിനേക്കാളും താഴെ ഓർഡറുള്ള എല്ലാ മൊമെൻറ്റുകളും എക്സിസ്റ്റ് ചെയ്യുമെന്നറിയാം. ഓക്കെ, അപ്പോൾ എല്ലാ നാച്ചുറൽ ഓർഡറിലും മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ റിയൽ നമ്പറിലും എക്സിസ്റ്റ് ചെയ്യും. കാരണം ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു നാച്ചുറൽ നമ്പറിനെ കാണാൻ പറ്റും, ആർക്കിമീഡിയൻ പ്രിൻസിപ്പിൾ പ്രകാരം. അപ്പോൾ ആ നാച്ചുറൽ നമ്പറിൽ മൊമെൻ്റ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്ത ആ നമ്പറിൽ നമുക്ക് മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നൗ നമ്മൾ നേരത്തെ പ്രൂഫിൽ ചെയ്ത അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത്. Expectation of mod x power n is finite. This is if and only if the integral 0 to infinity, right, 0 to infinity probability that mod x power n greater than x dx x is ഇത് ഫൈനൈറ്റ് ആയാൽ മതി. ഓക്കെ, ഇത് ഒരു കൺവെർജൻ്റ് ഇൻ്റഗ്രൽ ആയാൽ മതി. ദിസ് ഇസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ദിസ് ഇസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻ്റഗ്രൽ 0 to n to the power 1 by n, okay, probability that mod x power n bigger than x dx is finite, and integral n to the power 1 by n to infinity probability that mod x power n bigger than x dx, this is finite. Okay, ഈ രണ്ട് കമ്പോണൻ്റ് ഇൻ്റഗ്രൽസും ഫൈനൈറ്റ് ആണെങ്കിൽ അവരുടെ സമ്മാണ് ഇൻ്റഗ്രൽ 0 to infinity എന്ന് പറയുന്നത്. അത് ഫൈനൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൈറ്റ്നെസ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. അതിന് ഈ രണ്ട് പാർഷ്യൽ സമ്മുകളുടെ മീൻസ് സമ്മണ്ടുകളുടെ സമ്മണ്ടായിട്ട് വരുന്ന ഇൻ്റഗ്രൽസിൻ്റെ ഫൈനൈറ്റ്നെസ് കാണിച്ചാൽ മതി. ഇതിൽ നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്ത പോലെ ഈ ആദ്യത്തെ ഇൻ്റഗ്രൻ്റ് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ആൻ പ്രോപ്പർ ഇൻ്റഗ്രൽ, സോ ഇറ്റ് ഈസ് ഫൈനൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തേത് മാത്രമേ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. So here the first integral 0 to n power 1 by n probability that mod x power n bigger than x dx is a proper integral and hence finite. Now consider the second integral n power 1 by n to infinity probability that mod x n bigger than x dx. ഇതിന് നേരത്തെ ചെയ്ത പോലെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. So this can rewritten as probability that mod x bigger than x to the power 1 by n dx. Now put x to the power 1 by n equal to y, or x equal to y to the power n, so that dx equal to n times y to the power n minus 1 dy. What about the limit? Lower limit is n power 1 by n for x. അപ്പോൾ y ക്ക് എന്ത് വരും? n വരും. So this will be equal to integral n to infinity probability that mod x bigger than y into n times y to the power n minus 1 dy. അതായത് n times integral n to infinity y to the power n minus 1 into probability that mod x bigger than y dy. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ
എങ്ങനെ എഴുതാം, ഈ എക്സ്പ്രഷൻ കൊടുക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ n to the power 1 by n infinity probability that mod x bigger than x dx is same as n times integral n to infinity x to the power n minus 1 probability that mod x bigger than x dx. y x തന്നെ ആക്കി എഴുതി. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പോൾ ഈ ടെയിൽ പ്രോബബിലിറ്റി നോക്കൂ, പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബിഗർ ദാൻ എക്സ്, അത് ഇതിലുള്ള എക്സ് എന്നിനേക്കാളും ബിഗറാണ്. ഓക്കെ, എന്നിനേക്കാളും ബിഗർ ആയതുകൊണ്ട് തന്നെ ഈ ടെയിൽ പ്രോബബിലിറ്റിക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എസ്റ്റിമേറ്റ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫൈനൈറ്റ്നെസ് ആണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻ്റഗ്രലിൻ്റെ ഫൈനൈറ്റ്നെസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആ ഇൻ്റഗ്രൽ പക്ഷേ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ n to infinity x power n minus 1 ഇൻറ്റു പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബിഗർ ദാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഈ ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണ് എന്ന് കാണിച്ചാൽ മതി നമുക്ക്. നൗ we want to show that or it is enough to show that integral n to infinity, what's the quantity? Integral n to infinity x power n minus 1 into probability that mod x bigger than x dx is finite. ഇത് ഫൈനൈറ്റ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. But this is finite, but this is finite mod x bigger than x dx is finite if and only if sigma integral c r minus 1 times n to c to the power r into n x to the power n minus 1 probability that mod x bigger than x dx. This is finite where r varies from 1 to infinity. ഓക്കെ, ഇത് ഫൈനൈറ്റ് ആണെന്ന് കാണിക്കാൻ, ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണെന്ന് കാണിക്കാൻ ഈ സീരീസ് ഫൈനൈറ്റ് ആണെന്ന് കാണിച്ചാൽ മതി. കാരണം ഇതിൽ ഓരോ കമ്പോണൻ്റ് ഇൻ്റഗ്രൽസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഈ ഇൻ്റഗ്രൽ തന്നെയാണ്. ഈ ഇൻ്റഗ്രൽ n to infinity എന്ന് പറയുന്ന അതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് കാണുന്നത്. ഇവിടെ ആറിന് 1 കൊടുക്കുമ്പോൾ n, ഓക്കെ, n to cn അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. n to cn, then cn to c square n പ്ലസ് എറ്റ്സെട്ര പ്ലസ് അങ്ങനെ പോവുകയാണ്, ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണ്. സോ n to ഇൻഫിനിറ്റിയെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, സി പവർ ആർ മൈനസ് 1 n ടു സി ആർ n എന്ന് പറയുന്ന ആ ഡൊമൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സീരീസ് ആയിട്ട് ഇവാലുവേറ്റ്, അതിനെല്ലാം സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻ്റഗ്രൽ കിട്ടും പ്രൊവൈഡഡ്. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽസ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നൗ consider sigma integral c to the power r minus 1 times n to c to the power rn r from 1 to infinity x to the power n minus 1 into probability that mod x bigger than x dx. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് എസ്റ്റിമേറ്റ് കൊടുക്കാം? സി ലുക്ക് അറ്റ് ദ ഇൻ്റഗ്രൻറ്റ് എക്സ് പവർ n മൈനസ് 1, എക്സ് റൺ ചെയ്യുന്ന ഈ ഇൻ്റഗ്രൽ മാത്രം നോക്കുക, സിഗ്മയ്ക്കുള്ളിലുള്ള ഇൻ്റഗ്രൽ നോക്കൂ. എക്സ് റൺ ചെയ്യുന്നത് ഈ ഇൻ്റർവെല്ലാണ് സി പവർ ആർ മൈനസ് 1 n ടു സി പവർ ആർ n. അപ്പോൾ എക്സിൻ്റെ മാക്സിമം ഇവിടെ സി പവർ ആർ n ആണ്. അപ്പോൾ ആ എക്സിന് ഇതിൻ്റെ മാക്സിമം വെച്ച് എനിക്ക് റീപ്ലേസ് ചെയ്യാം. അതുപോലെ ഈ ടെയിൽ പ്രോബബിലിറ്റി മോഡ് എക്സ് ബിഗർ ദാൻ എക്സ് എന്ന് പറയുന്ന ഈ ടെയിൽ പ്രോബബിലിറ്റി, അതിന് ഇവിടെ എക്സ് ബിഗർ ദാൻ സി പവർ ആർ മൈനസ് 1 n ആണ്. ഓക്കെ, സി എക്സിലായി ചെയ്യുന്നത് സി പവർ ആർ മൈനസ് 1 ടൈംസ് n മുതൽ സി പവർ ആർ n വരെയാണ് ഈ ഇൻ്റഗ്രലിനെ സംബന്ധിച്ചിടത്തോളം എക്സ് റൺ ചെയ്യുന്നത്. സോ എക്സിൻ്റെ മാക്സിമം ഞാനിവിടെ ഉപയോഗിച്ച് ഇതിനെ ബൗണ്ട് ചെയ്യുന്നു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലെസ് ദാൻ summation r from 1 to infinity integral c to the power r minus 1 times n into c to the power r times n. ഇവിടെ ഞാൻ ഇതിൻ്റെ അപ്പർ ബൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ബൗണ്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിനെ സി ടു ദ പവർ ആർ ടൈംസ് n എന്ന് റീപ്ലേസ് ചെയ്യാം, power n minus 1. okay, because x can be at most this quantity into
What about this tail probability? ഇവിടെ x is bigger than c power r minus 1 times n. അപ്പോൾ mod x bigger than x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in effect mod x bigger than c power r minus 1 times n കൂടെയാണ്. ഓക്കെ, അപ്പോൾ സോ ദാറ്റ് പ്രോബബിലിറ്റി ദാറ്റ് mod x bigger than c power r minus 1 times n നെ കുറിച്ച് ഒരു എസ്റ്റിമേറ്റ് നമുക്കിവിടെ ഉണ്ട് ഓൾറെഡി. എന്താണ് ഇവിടെ നമ്മൾ ഇനീക്വാളിറ്റിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. See this inequality 2, probability that mod x bigger than c power rx is less than epsilon power r plus 1. അതായത് എക്സിൻ്റെ കൂടെയുള്ള ഈ ഫാക്ടർ c power r ആണെങ്കിൽ അവിടെ എപ്സിലോൺ പവർ r plus 1 ഇതിൻ്റെ പവർ പ്ലസ് 1 ആയിട്ട് മാറും. ഇവിടെ എങ്ങനെ ആകുമ്പോൾ ഇറ്റ് ഈസ് ട്രൂ ഫോർ എവറി എക്സ് ബിഗർ ദാൻ ഓർ ഈക്വൽ ടു എൻ. നമ്മളിവിടെ നിൽക്കുന്നത് ബിഗർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറയുന്ന ഡൊമൈനിൽ തന്നെയാണ്, എക്സ് ബിഗർ ദാൻ ഓർ ഈക്വൽ ടു എന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ mod x bigger than x is equivalent to mod x bigger than c power r minus 1 times n കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി വെച്ചിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റ് വെച്ചുകൊണ്ട് നമുക്കിതിനെ ബൗണ്ട് ചെയ്യാം. അതിൻ്റെ എസ്റ്റിമേറ്റ് എന്ത് വരും? എപ്സിലോൺ പവർ ഇവിടെ r മൈനസ് 1 ആണല്ലോ, അപ്പോൾ r മൈനസ് 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എപ്സിലോൺ പവർ r dx. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്തതാണ്, ദിസ് ഇസ് ബൈ യൂസിങ് ഇനീക്വാളിറ്റി 2. ഓക്കെ, ഇവിടെ നമുക്ക് ബാക്കിയുള്ള സിംപ്ലിഫിക്കേഷൻസ് കൊടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ആർ ഫ്രം 1 ടു ഇൻഫിനിറ്റി. നോക്കൂ ഇവിടെ ഇത് കോൺസ്റ്റൻ്റ് ആണല്ലോ, സോ സി പവർ ആർ എൻ ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എപ്സിലോൺ പവർ ആർ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെങ്ത് ആണ്. ദാറ്റ് മീൻസ് സി പവർ ആർ എൻ മൈനസ് സി പവർ ആർ മൈനസ് 1 ടൈംസ് എൻ. ഇവിടെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. ഈ ബ്രാക്കറ്റിൽ നിന്ന് സി പവർ ആർ എൻ ഞാൻ പുറത്തെടുക്കുന്നു, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നിന്ന് രണ്ടാമത്തെ ഈ ബ്രാക്കറ്റിൽ നിന്ന് സി പവർ ആർ ടൈംസ് എൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഈ 1 മൈനസ് 1 ബൈ സി എനിക്ക് വീണ്ടും ബൗണ്ട് ചെയ്യാം. ദിസ് ഇസ് ലെസ് ദാൻ 1. ഓക്കെ, സോ ദിസ് ഇസ് ലെസ് ദാൻ സിഗ്മ ആർ ഫ്രം 1 ടു ഇൻഫിനിറ്റി സി ടു ദ പവർ ആർ. അപ്പോൾ സി ടു ദ പവർ ആർ എൻ എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. സി ടു ദ പവർ ആർ ഇൻ സി ടു ദ പവർ ആർ ടൈംസ് എൻ ഹോൾ റേസ് ടു എൻ സ്മോൾ എൻ ഇൻറ്റു എപ്സിലോൺ പവർ ആർ ഇൻറ്റു 1. ഓക്കെ, ഈ ക്വാണ്ടിറ്റി ബിക്കോസ് 1 മൈനസ് 1 ബൈ സി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലെസ് ദാൻ 1 ആണ്. കാരണം സി ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. സി ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് 1 ബൈ സി എന്ന് പറയുന്ന 1നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വീണ്ടും സിംപ്ലിഫിക്കേഷൻസ് നടത്താം. ഇവിടെ സമ്മേഷൻ ആറിലാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ആറ് ഇൻവോൾവ് ചെയ്യുന്ന ടേംസ് മാത്രം സിഗ്മയ്ക്കകത്ത് മതി. ആറില്ലാത്ത ടേം എന്ന് പറയുന്നത് ക്യാപ്പ് എൻ പവർ എൻ ആണ്. അത് ഞാൻ പുറത്തെഴുതുന്നു, ക്യാപ്പ് എൻ പവർ എൻ ഇൻറ്റു പിന്നെ സി ടു ദ പവർ ആർ ഹോൾ റേസ് ടു എൻ ഇൻറ്റു എപ്സിലോൺ പവർ ആർ ഫ്രം 1 ടു ഇൻഫിനിറ്റി. അതിനൊന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. സിഗ്മ സി പവർ ആർ എപ്സിലോൺ പവർ ആർ എന്ന് പറഞ്ഞാൽ സി പവർ ആർ ഹോൾ റേസ് ടു എന്നിനെ സി പവർ എൻ ഹോൾ റേസ് ടു ആർ എന്ന് എഴുതാം. സോ എപ്സിലോൺ ടൈംസ് സി പവർ എൻ ഹോൾ റേസ് ടു ആർ എന്ന് റീറൈറ്റ് ചെയ്യാം, ആർ ഫ്രം 1 to infinity. See, what about this series? This is a geometric series with the first term epsilon times c power n and the common ratio epsilon times c power n. So n power n into ഇതിൻ്റെ സം എന്ത് വരും? epsilon times c power n, that is first term divided by 1 minus common ratio epsilon times c power n. ഈ സമ്മിലേക്ക് അത് കൺവേർജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതാവണം, പ്രൊവൈഡഡ് ദിസ് ഇസ് ലെസ് ദാൻ 1 അല്ലേ, അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ 1. പക്ഷേ ഇവിടെ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ആവശ്യമില്ല. പ്രൊവൈഡഡ് സോ എപ്സിലോൺ ടൈംസ് സി പവർ എൻ ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇതിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഏതിനെക്കുറിച്ചുള്ള എസ്റ്റിമേറ്റാണ് ഇപ്പോൾ നടത്തുന്നത്? ഇതിനെക്കുറിച്ചുള്ള എസ്റ്റിമേറ്റാണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇൻ്റഗ്രൽ sigma summation r from 1 to infinity integral c to the power r minus 1 c to the power r minus 1 times n to c to the power r n into x to the power n minus 1 times
x to the power n minus 1 times probability that mod x bigger than x, that is less than n to the power n into epsilon c power n by 1 minus epsilon c power n is finite provided epsilon c power n less than 1. അപ്പോൾ എപ്സിലോണിനെ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ സീരീസ് ഫൈനൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഇഫ് വി ചൂസ് epsilon positive such that epsilon times c power n is less than 1, then we see that integral 0 to infinity probability that mod x bigger than x, mod x power beta അല്ലേ, നമുക്ക് ആവശ്യമുള്ള ആ ഇൻ്റഗ്രൽ. ഓക്കെ, mod x power n ബീറ്റ അല്ല, mod x power n. dx is finite implies that expectation of mod x power n is finite. This is true for every natural number. Okay, this if beta is any positive real number, then there exists a natural number such that beta less than n. Okay, Archimedean property. Okay, this implies that okay, but for this n we have expectation of mod x power n is finite. Okay, ഇത് ഫൈനൈറ്റ് ആണ്, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. implies that expectation of mod x power ബീറ്റയും ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, കാരണം ബീറ്റ ലെസ് ദാൻ എൻ ആയതുകൊണ്ട്. ഓക്കെ, nth ഓർഡറിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ nth ഓർഡറിനേക്കാളും താഴെ ഓർഡറിലുള്ള മൊമെൻറ്റും എക്സിസ്റ്റ് ചെയ്യും. hence the theorem is proved. Okay, theorem is proved. അപ്പോൾ എല്ലാ ഓർഡറിലുമുള്ള മൊമെൻറ്റ് ഈ റാൻഡം വേരിയബിളിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ, അതായത് റേഷ്യോ ടെയിൽ പ്രോബബിലിറ്റീസിൻ്റെ റേഷ്യോ 0യിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ ആസ് എക്സ് ഗോസ് ടു ഇൻഫിനിറ്റി, then we can conclude that the random variable possessing moments of all orders. ഇനി ഈ റേഷ്യോയെക്കുറിച്ച് നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ consider the ratio probability that mod x bigger than cx by probability that mod x bigger than x. ഇവിടെ സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ്, നമ്മുടെ തിയറത്തിൽ ഉള്ള കണ്ടീഷനിൽ സി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് ഈ ക്വാണ്ടിറ്റി 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നത്. സി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ആ കണ്ടീഷനും കൂടെ ഉണ്ട്, സി ഗ്രേറ്റർ ദാൻ 1 ആവുക എന്നുള്ള റിക്വയർമെൻറ്റും കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന നമ്പർ 1നേക്കാളും ചെറുതാവാം. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സി വാട്ട് ഹാപ്പൻസ്, ഇവിടെ സി പോസിറ്റീവാണ് നമുക്കെടുക്കാം, കാരണം mod x നെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. mod x എപ്പോഴും ഒരു നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആണ്. സോ സി പോസിറ്റീവ് ആയിട്ടുള്ളൊരു നമ്പർ സി ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? സോ നമുക്ക് 3 കേസായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. സോ കേസ് 1, സപ്പോസ് സി ഈക്വൽ ടു 1. സി 1 ആണെങ്കിൽ ഈ രണ്ടും സെയിം ഇവൻ്റ് ആയിട്ട് വരും. സോ ദാറ്റ് ദ റേഷ്യോ ഈസ് 1. ഇഫ് സി ഈക്വൽ ടു 1, the event mod x bigger than cx is same as mod x bigger than x. So അവരുടെ പ്രോബബിലിറ്റിയും സെയിം ആയി. ഓക്കെ, so this implies that their probabilities are same. Probability that mod x bigger than cx is equal to probability that mod x bigger than x. This implies that ratio mod x bigger than cx by mod x, probability that mod x bigger than x എന്ന് പറയുന്ന ഈ റേഷ്യോ എക്സാക്ട്ലി 1 ആകും. എപ്പോൾ സിയുടെ വാല്യൂ 1 ആകുമ്പോൾ.
ഇനി സിയുടെ വാല്യൂ 1നേക്കാൾ ചെറുതാണെങ്കിലോ, കേസ് 2 0 ലെസ് ദാൻ സി ലെസ് ദാൻ 1 1നേക്കാളും ചെറുതാണെങ്കിലോ, 1നേക്കാളും ചെറുതാകുമ്പോൾ എക്സും സി എക്സും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? എക്സിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ സി എക്സ് കിട്ടുന്നത്. സി 1നേക്കാളും ചെറിയൊരു പോസിറ്റീവ് നമ്പർ കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് സി എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എക്സിനേക്കാളും ചെറുതാവുകയാണ് ചെയ്യുക. സോ വാട്ട് അബൌട്ട് ദ event that mod x bigger than cx and event that mod x bigger than x? ഈ രണ്ട് ഇവൻറ്റ് തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതായത് mod x bigger than x എന്ന് പറയുമ്പോൾ ഈ റീജിയനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, ഈ എക്സിൻ്റെ റൈറ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റിയും മൈനസ് എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റി, ലെഫ്റ്റ് സൈഡിലുള്ള റീജിയനും അതിൻ്റെ രണ്ടിൻ്റെ യൂണിയനാണ്. ഓക്കെ, mod x bigger than cx എന്ന് പറയുമ്പോൾ സി എക്സിൻ്റെ റൈറ്റ് സൈഡിലും മൈനസ് സി എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് കഴിഞ്ഞിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ റീജിയൻ ആരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? mod x bigger than x നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ വി ഹാവ് ദിസ് ഇൻക്ലൂഷൻ, mod x bigger than cx will contains mod x bigger than x. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാട്ട് അബൌട്ട് ദ പ്രോബബിലിറ്റി? സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് പ്രോബബിലിറ്റി ദാറ്റ് mod x bigger than cx will be larger than probability that mod x bigger than x. Okay, because probability function is monotone. അപ്പോൾ ലാർജർ ഇവൻറ്റുകൾക്ക് ലാർജർ പ്രോബബിലിറ്റിയാണ് ഉണ്ടാവുക. സോ പ്രോബബിലിറ്റി ദാറ്റ് mod x bigger than cx will be bigger than probability that mod x bigger than x. That means the ratio probability that mod x bigger than cx divided by probability that mod x bigger than x എന്ന് പറയുന്ന ഈ റേഷ്യോ പ്രോബബിലിറ്റി will be bigger than 1. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 0 ലെസ് ദാൻ സി ലെസ് ദാൻ 1 ആകുമ്പോഴും ഈ റേഷ്യോ 1നേക്കാളും ബിഗർ ആകും. അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി ഒരിക്കലും 0യിലേക്ക് കൺവേർട്ട് ചെയ്യില്ല. ആദ്യത്തെ കേസിൽ സി ഈക്വൽ ടു 1 ആകുമ്പോൾ അത് പ്രിസൈസ്ലി 1 ആവും, അപ്പോഴും 0യിലേക്ക് പോവില്ല. അപ്പോൾ 0യിലേക്ക് ഈ റേഷ്യോ പോകുന്നത് എപ്പോൾ മാത്രമാണ്? സി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ മാത്രമാണ്. ഓക്കെ, സോ ദെർഫോർ the ratio probability that mod x bigger than cx by probability that mod x bigger than x can tend to 0 only when c is greater than 1. അതുകൊണ്ടാണ് ആ തിയറത്തിൽ ഈ കണ്ടീഷൻ പറയുന്നത്. സി ഗ്രേറ്റർ ദാൻ 1 അല്ല, സി ഈക്വൽ ടു 1 അല്ലെങ്കിൽ സി ലെസ് ദാൻ 1 ആകുമ്പോൾ ആ രണ്ട് കേസിലും ഈ റേഷ്യോ എങ്ങോട്ട് പോവില്ല? 0യിലേക്ക് പോവില്ല. ഓക്കെ, 0യിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ നെസസറി ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ റിക്വയർമെൻറ്റ്. ഇവിടെ ഈ റേഷ്യോ 0യിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളത് പറയും ഇത് സ്ലോ വേരിയേഷൻ ആണെന്ന് പറയും. അത് ഒരു ജനറൽ കോൺസെപ്റ്റാണ്. ഫങ്ഷൻ ഓഫ് സ്ലോ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ജനറൽ കോൺസെപ്റ്റാണ്. ഫങ്ഷൻ ഓഫ് സ്ലോ വേരിയേഷൻ, ഇറ്റ് ഈസ് ദ ഐഡിയ ദാറ്റ് ഒരു ഫങ്ഷൻ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഓഫ് സ്ലോ വേരിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ എഫ് ഓഫ് സി എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഓക്കെ ടെൻസ് ടു 0 as x goes to infinity for c പോസിറ്റീവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളത് പറയും ഈ ഫങ്ഷൻ ഈസ് സെറ്റ് ടു ബി ഓഫ് സ്ലോ വേരിയേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു റാൻഡം വേരിയബിളിന് എല്ലാ ഓർഡറിലുള്ള മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുണ്ടായാൽ മതി? ആ കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ എന്തായാൽ മതി? ഈസ് എ സ്ലോ വേരിയേഷൻ ടൈപ്പിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയാൽ മതി. ഓക്കെ, ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. So the last theorem provides a condition, a requirement for the existence of moments of all orders for a given random variable. Okay.